ഓം ഹരി ഓം. താന്ത്രികം രാത്രി സൂക്തം, അതിൻ്റെ കഥ അതൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്ന് വിടാം. വേഗം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് ഓർത്തിരുന്നു. പക്ഷേ ആദ്യത്തെ പാർട്ടിൽ പോയില്ല. അപ്പോൾ ആദ്യത്തെ ഇത് ഞാൻ 13 അധ്യായം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് അവിടെ നിർത്തി. മന്ത്രം വരെ, മൂലമന്ത്രം വരെ ചൊല്ലി. ആ മൂലമന്ത്രം കഴിഞ്ഞാൽ ഈ രാത്രി സൂക്തമാണ് ചൊല്ലേണ്ടത്. 2 പ്രാവശ്യം പഠിച്ചതാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. അതായത് പ്രഥമ അധ്യായത്തിൽ അഥാദേവി ശ്രീമദ് ദേവി മഹാത്മ്യേ പ്രഥമോധ്യായ, അവിടെ ബ്രഹ്മോവാച എന്ന് പറഞ്ഞു തുടങ്ങും. അതിന് മുമ്പത്തെ ശ്ലോകം മുതൽ നമുക്കെടുക്കാം. വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോഹോ അതുലാം തേജസ പ്രഭോ. തുല്യതയില്ലാത്ത, തുലനമില്ലാത്ത തേജസ്സോടുകൂടിയ ആ തേജസ്സുള്ള പ്രഭുവിനെ, വിഷ്ണുവിൻ്റെ, അതായത് ആ നിദ്രാദേവിയെ ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. വിശ്വത്തിൻ്റെ ഈശ്വരിയും ജഗത്തിനെ ധരിക്കുന്നവളും സൃഷ്ടി സ്ഥിതി സംഹാരത്തിനെല്ലാം കാരണഭൂതയായിരിക്കുന്നവളും ആയ നിദ്രാ ഭഗവതിയെ ഞാൻ സ്തുതിക്കുന്നു, എൻ്റെ സ്തുതി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ബ്രഹ്മോവാച ത്വം സ്വാഹാത്വം സ്വധാത്വം ഹി വഷട്കാര സ്വരാത്മിക സുധാത്വം അക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ത്വം സ്വാഹ, അങ്ങ് സ്വാഹാദേവിയാണ്. സ്വാഹാദേവി അഗ്നിദേവൻ്റെ ഭാര്യ. നമ്മൾ യാഗത്തിലും ഹോമത്തിലും ഒക്കെ ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ പറയുന്ന മന്ത്രമാണ് സ്വാഹാമന്ത്രം. അതും ദേവിയായിരിക്കുന്നു. ത്വം സ്വധ, സ്വധ എന്ന ദേവിയും അങ്ങ് തന്നെ. സ്വധ എന്ന് പറഞ്ഞാൽ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വധാദേവിക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് വഷട്കാര മന്ത്രം, അതായത് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്ന ഒരു മന്ത്രമാണ് വഷട്, വജ്ര തുല്യമായ മന്ത്രം, വജ്രസ്വരൂപമായിരിക്കുന്ന മന്ത്രം വഷട്കാര മന്ത്രം. അതും ദേവി തന്നെ. സ്വര ആത്മിക, സ്വരം എന്ന ആത്മാവോടുകൂടിയിരിക്കുന്ന സുധ, അമൃത്, ദേവന്മാരെയൊക്കെ മരണമില്ലാതെയാക്കാൻ വേണ്ടി ഉപയോഗിച്ച സുധ, അതും ദേവി തന്നെ. ത്വം അക്ഷരേ, ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അപ്പം അക്ഷരയാണ് ദേവി, നശിക്കാത്തത്. നിത്യ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളത്, നിത്യയായിരിക്കുന്നതും. ത്രിധാ മാത്രാത്മിക സ്ഥിത. മാത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രിധാ മാത്ര എന്ന് പറഞ്ഞാൽ 3 മാത്രകൾ, അകാരം ഉകാരം മകാരം, ആ 3 മാത്രകളായി സ്ഥിതി ചെയ്യുന്നതും അങ്ങ് തന്നെ എന്ന് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകത്തിൽ അർത്ഥമാത്രാസ്ഥിത നിത്യായ അനുച്ചാര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പരാ. അർത്ഥമാത്രാസ്ഥിത നിത്യ യാൻ ഉച്ചാര്യ വിശേഷത. അപ്പം ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രണവമന്ത്രത്തിൻ്റെ ഈ മാത്രകൾ കൂടിയാലേ ഉച്ചരിക്കാൻ സാധിക്കും. അതായത് അചിന്ത്യയായും സ്വരാത്മികയായും സ്വരങ്ങളില്ലാതെ ഉച്ചരിക്കാൻ സാധ്യമല്ലാത്തതുമായിരിക്കുന്ന അല്ലയോ ദേവി, അതായത് ഉച്ചരിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഇതിൻ്റെ കൂടെ മാത്ര കൂടിയാലേ അത് സ്വരം. ഇപ്പോൾ ഒരു സ്വരം ക എന്നുള്ളത്, അതിൻ്റെ കൂടെ സ്വരം കൂടിയാലല്ലേ അക്ഷരമാകുള്ളൂ. അങ്ങനെ അക്ഷരം ഉച്ചരിക്കണമെങ്കിൽ ഈ 3 മാത്രകളുടെ ആവശ്യമുണ്ട്. അതാണ് ഇങ്ങനെ പറഞ്ഞത്. അകാര ഉകാര മകാര രൂപങ്ങളായ 3 പ്രകാരത്തിലുള്ള മാത്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെ. ഇനി ആ പ്രണവമന്ത്രത്തിൻ്റെ ഓങ്കാരത്തിൻ്റെ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്നതും നിത്യയായിരിക്കുന്നവളും ഞാൻ ഉച്ചാര്യാവിശേഷത, വിശേഷങ്ങളായിട്ടിരിക്കുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ സാധ്യമല്ലാത്ത, അതിനിവിടെ
സ്വരാക്ഷരങ്ങൾ അചിന്തിയായും സ്വരാക്ഷരങ്ങളില്ലാതെ ഉച്ചരിക്കാൻ സാധ്യമല്ലാതെ ഇരിക്കുന്ന അല്ലയോ ദേവി എന്നർത്ഥം. ദേവി ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പര. അപ്പം അങ്ങ് തന്നെയാണ് സന്ധ്യയായിരിക്കുന്നത്. 3 കാലങ്ങൾ, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായങ്കാല സന്ധ്യ. അതിന് വേറെ പേരുകൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, പര, അപര എന്നൊക്കെയുള്ള പേരാ. പരാസന്ധ്യ, അപരാസന്ധ്യ എന്നൊക്കെ പറയും. അങ്ങനെ ആ 3 സന്ധ്യകളായിരിക്കുന്നതും ദേവി തന്നെയാവുന്നു. പിന്നെ സാവിത്രി, സാവിത്രി എന്ന് പറഞ്ഞാൽ സവിതാവിനെ സംബന്ധിച്ചത്. സവിതാവ് സൂര്യനെ സംബന്ധിച്ചിരിക്കുന്ന ശ്രേഷ്ഠയായ ദേവിയും അങ്ങ് തന്നെയാവുന്നു. വേദജനനിയും അങ്ങ് തന്നെയാവുന്നു. വേദത്തിൻ്റെ അമ്മ. അപ്പം ത്വയ്യേതദ്ധാര്യതേ വിശ്വം ത്വയ്യേത സൃജ്യതേ ജഗത് ത്വയ്യേത പാല്യതേ ദേവി ത്വമത്സ്യന്തേ ച സർവത. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം നടത്തുന്നത് അങ്ങ് തന്നെ. എല്ലാ പ്രളയകാലത്തിലും ഈ ജഗത്തിനെ ധരിക്കുന്നതും സൃഷ്ടിക്കുന്നതും പാലിക്കുന്നതും എല്ലാം അങ്ങ് തന്നെ. വിസൃഷ്ടോ സൃഷ്ടിരൂപാത്വ സ്ഥിതിരൂപാച പാലനെ തഥാ സംഹൃതി രൂപാന്തേ ജഗദോസ്യ ജഗന്മയേ. അപ്പം എല്ലാ ജീവജാലങ്ങളെയും വിശേഷേണ സൃഷ്ടിക്കുന്നത് വിസൃഷ്ടവും സൃഷ്ടിരൂപാത്വം, സൃഷ്ടിക്ക് രൂപമായിരിക്കുന്നത് എല്ലാം അങ്ങ് തന്നെ. സ്ഥിതിരൂപാച സൃഷ്ടി, സ്ഥിതി, സംഹാരം, ആ സംഹൃതി രൂപാന്തേ സംഹൃത രൂപമായിരിക്കുന്നതും ജഗദോസ്യ ജഗന്മയേ എന്ന്. ഇക്കാണുന്ന എല്ലാ സർവത്തിനും കാരണഭൂതിയായിരിക്കുന്നവളെ എന്നർത്ഥം. വിസൃഷ്ടോ വിശേഷണ സൃഷ്ടിരൂപ, അത് സൃഷ്ടിക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽ അതും അങ്ങ് തന്നെ. സ്ഥിതി രൂപാച പാലന, സ്ഥിതി എന്ന് പറഞ്ഞാൽ പാലനം, അതും സംഹൃതി രൂപം, സംഹാര രൂപം, അതും ഈ ജഗത്ത് മുഴുവനും ദേവി തന്നെ എന്നർത്ഥം. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹ ജപവതി മഹാദേവി മഹാസുരി. വിദ്യയാൽ എല്ലാം പ്രകാശിപ്പിക്കുകയും മായയാൽ മറയ്ക്കുകയും ചെയ്യുന്ന വിദ്യയും അവിദ്യയുമാകുന്നു ദേവി. നീ എല്ലാവരെയും മോഹിപ്പിക്കുന്നതും മോഹിപ്പിച്ച് അവരെ ആസുരിക ശക്തി അവരിൽ ഉണ്ടാക്കുന്നതും ദേവി തന്നെ. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രി ചദാരുണ. അപ്പം എല്ലാവരെയും പ്രകൃതി തന്നെ അങ്ങാണ്. ഗുണത്രയം, രജോ ഗുണം, സത്വ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളെയും കൊണ്ട് നൈമിത്തിക പ്രളയരാത്രി ബ്രഹ്മ, അതായത് കാളരാത്രിയായി മഹാരാത്രിയായി ആക്കി തീർക്കുന്നതും ആ പ്രളയത്തിൽ നിത്യയും മോഹരാത്രി വിദ്യാശക്തികൾ അതും ദേവി തന്നെ. ഭയങ്കരിയായിരിക്കുന്നതും ദേവി തന്നെ, ദാരുണയായിരിക്കുന്നതും ദേവി തന്നെ. അപ്പം ത്വം ശ്രീ ത്വം ഈശ്വരി ത്വം ഹ്രീ. അപ്പം എല്ലാം അങ്ങനെ ശ്രീ, ഈശ്വരി, ഹ്രീ, ലജ്ജ, ബുദ്ധി, ബോധം, എല്ലാത്തിൻ്റെ ലക്ഷണം അതെല്ലാം അങ്ങ് തന്നെ. ത്വം ശ്രീ ത്വം ഈശ്വരി ത്വം ഹ്രീ ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാപുഷ്ടി തഥാ തുഷ്ടി ത്വം ശാന്തി ശാന്തിരേവച. ക്ഷമയും ശാന്തിയും എല്ലാം അങ്ങ് തന്നെയാകുന്നു. അതുപോലെ ആയുധങ്ങൾ ധരിച്ചിരുന്ന ഖഡ്ഗിനി, ശൂലിനി, ഘോര, ഗദിനി, ചക്രിണി, ശംഖിനി, ചാവിനി, ബാണഭുശുണ്ഡി, വരികായുധ ഇതെല്ലാം ധരിച്ചിരിക്കുന്നവളും സൗമ്യ തരാശേഷം സൗമ്യേഭ്യ അതിസുന്ദരി പരാപരാണാം പരമ ത്വമേവ പരമേശ്വരി. എല്ലാ ശ്രേഷ്ഠമായ വസ്തുക്കളിലേക്ക് വെച്ച് ശ്രേഷ്ഠയും അങ്ങ് തന്നെയാവുന്നു.